ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ജീവിത ഭാരങ്ങൾ തളർത്തുമ്പോൾ 3 വചനങ്ങളും സന്ദേശവും പ്രാർത്ഥനയുമായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് കടന്നു വരുന്നത്. ജീവിതഭാരങ്ങൾ നമ്മളെ തളർത്തി അല്ലെങ്കിൽ വീഴ്ത്തി തകർത്ത് കളയുമ്പോൾ, ആഞ്ഞടിക്കുമ്പോൾ, തിരമാലകൾ പോലെ ജീവിതത്തിലേക്ക് ഒന്നൊന്നായി കടന്നു വരുമ്പോൾ എപ്രകാരം ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയുമാണ്. കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, പ്രബോധനങ്ങൾ, ദൈവവചനങ്ങൾ അനേകർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഒത്തിരി ദൈവ അനുഭവവും ആത്മനിറവും ലഭിക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഞാൻ അതിയായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും അനേകർ ആത്മനിറവും ദൈവാനുഭവവും പ്രാപിക്കുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്യുന്ന പ്രേക്ഷിത ശുശ്രൂഷയിൽ വളരട്ടെ എന്ന് ഉത്തരോത്തരം പ്രാർത്ഥിക്കുന്നു. അതിന് സ്വർഗീയരാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് കീഴിൽ എൻ്റെ എല്ലാ ശുശ്രൂഷകളെയും യൂട്യൂബിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങളപ്പനും അമ്മയും 3 മക്കളും അടങ്ങുന്ന കുടുംബം. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ചെറുപ്രായത്തിലെ കാര്യമാണ് പറയുന്നത്. 2 ആണും 1 പെണ്ണുമായിരുന്നു. അപ്പം ഇടയ്ക്കൊക്കെ നല്ല മൂഡാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ ഇരുന്ന സമയത്തൊക്കെ ഞങ്ങളൊന്ന് പാർക്കിലോ അല്ലെങ്കിൽ സിനിമക്കോ സർക്കസിനോ ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യം ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അന്ന് ഒരു ദിവസം സർക്കസിന് കൊണ്ടുപോയപ്പോൾ ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും എല്ലാ കാര്യത്തിനെക്കുറിച്ച്. അമ്മച്ചി പറയും, എൻ്റെ പൊന്നു ആ മനുഷ്യന് സ്വൈര്യം കൊടുക്കൂലെന്ന് പറയും. അതെന്താണ് അപ്പച്ച എന്നും പറഞ്ഞിട്ട് എല്ലാത്തിനും ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കലാണ്. അമ്മ വഴക്ക് പറഞ്ഞാലും അപ്പച്ചൻ പറഞ്ഞു തരും. അപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഈ സർക്കസ് കൂടാരത്തിലെ ഈ പെൺകുട്ടികൾ വന്നിട്ട് വലിച്ചു കെട്ടിയ ഈ കമ്പികളിന്മേൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ആനയും ഒട്ടകവും അങ്ങനെയുള്ള ജീവികളൊക്കെ കുരങ്ങച്ചന്മാരും ഒക്കെ ആയിട്ട് നല്ല, ഇപ്പം ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്യമൃഗങ്ങളെ ഒന്നും കൊണ്ടുവരാൻ പാടില്ലല്ലോ സർക്കസിൽ. അതെല്ലാം ഉണ്ടാകും. അതിനും പുറമെ ഈ ഞാണുമേൽ ഊഞ്ഞാലാടുന്ന പെൺകുട്ടികളും വലിച്ചു കെട്ടിയ ഞാണിനു മീതെ നടക്കുന്നവരുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ശ്വാസമടക്കി ഒക്കെ പല ഐറ്റംസ് ഉണ്ട്. അതിൽ നമ്മൾ ശ്രദ്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചൊരു വിഭാഗമാണ് പെൺകുട്ടികൾ ഇങ്ങനെ ശ്വാസമടക്കി ഞാണിൻ്റെ മീതെ കൂടെ വലിച്ചു കെട്ടിയ റോപ്പിൻ്റെ മീതെ നടക്കുകയാണ്. പക്ഷേ അവരുടെ തോളിൽ ഒരു മുളങ്കമ്പ് ഇങ്ങനെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് തന്നെ നടക്കാൻ വയ്യ, അതിന് പുറമെ ഈ മുളങ്കമ്പും പിടിച്ചിട്ട് ഇവരിപ്പോൾ വീണു പോകും, അത് ഇവർക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാനിങ്ങനെ അപ്പച്ചനോട്, എല്ലാവരും ഇങ്ങനെ ശ്വാസമടക്കി നിൽക്കുകയാണ്, അവർ ഈ വടിയും പിടിച്ച് കിടന്ന് കഷ്ടപ്പെടണേ എന്തിനാ, വടിയും പിടിച്ച് കയറിയിട്ടല്ലേ വീഴാൻ പോണേന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോനെ അത് അവർക്ക് ഭാരമല്ല, അവരുടെ ബാലൻസ് നിലനിർത്താൻ അവർക്ക് അത്യാവശ്യമാണ്. കാരണം അവർ വീഴാൻ വേണ്ടി പോകുമ്പോൾ കൈ പിടിച്ചിരിക്കുന്ന ആ മുളങ്കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീഴാതിരിക്കാൻ ആ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വീഴാതെ വേച്ചൊക്കെ പോകുമെങ്കിലും ഇത് കയ്യിലുള്ളത് കൊണ്ട് ഇത് താഴെ കുത്തുകയില്ല, കയ്യിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ തോളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ബാലൻസ് ചെയ്തിട്ടാണ് ഇവർ ആ മറുകര അല്ലെങ്കിൽ ഞാണിൻ്റെ ആ കെട്ടിയ റോപ്പിൻ്റെ അറ്റത്ത് എത്തിച്ചേരുന്നത്. ഇതുപോലെ ഞാനിത് പങ്കുവച്ചത് ഇതിനു വേണ്ടിയാണ്. ബാലൻസ് നിലനിർത്താൻ ഇങ്ങനെയുള്ള ചില സംഗതികൾ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ബാലൻസ് നിലനിർത്താൻ വേണ്ടി ചില ഭാരങ്ങൾ വഹിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ഭാരങ്ങളുടെ, ജീവിത ഭാരങ്ങളുടെ ഇരകളായി നമ്മൾ ഒരിക്കലും തീരരുത്. കാരണം സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും സാഹചര്യങ്ങൾക്കോ അതിന് കാരണക്കാരായവരിലോ നോക്കി നമ്മൾ മടുത്തിട്ട് കാര്യമില്ല. വിക്ടിംസ് ആകാനല്ല, വിക്ടേഴ്സ് ആകാൻ. അതായത് വിക്ടിംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇരകൾ എന്നാണ്. അപ്പോൾ സാഹചര്യങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ അടിമകളായി ജീവിതം ശപിച്ച് മടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയല്ല, വിക്ടേഴ്സ് ആകാനാണ്. വിക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ,
ജേതാവ് വിജയ് ആകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ദൈവം ജീവിതത്തിൽ ചില ഭാരങ്ങൾ കൂടെ ഇതുപോലെ ബാലൻസ് ചെയ്യാൻ. ഞാണിലൂടെ പോകുന്ന പെൺകുട്ടി ഈ ഭാരങ്ങൾ ഈ മുളങ്കമ്പ് പിടിച്ച് ബാലൻസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതം ഒന്ന് ബാലൻസ് ചെയ്യാൻ ചില ഭാരങ്ങൾ തരും. ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുകയാണ് ഒരു സംഭാഷണത്തിൽ, ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന് അരി ഭാരം. എല്ലാ ജീവികൾക്കും, എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങൾ. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നല്ല മിനുസമുള്ളതായിട്ടും ആകർഷണമുള്ളതായിട്ടും ഒക്കെ മറ്റുള്ളവരുടെ ജീവിതം കണ്ടു തോന്നും. എന്നോട് ചിലരൊക്കെ പറയും, ബ്രദറിനൊക്കെ എന്തൊരു സുഖമാണ്, പ്രാർത്ഥിച്ചാൽ എന്തു വേണമെങ്കിലും കിട്ടും, ദൈവം കേൾക്കും, എന്തെല്ലാം അനുഗ്രഹങ്ങളാണെന്ന് പറയും. അത് പുറമേ നിന്ന് പുറംപൂച്ച് മാത്രം നോക്കിയിട്ടാണ് അങ്ങേയറ്റം മാർപ്പാപ്പ മുതൽ ഇങ്ങേയറ്റമുള്ള പ്രജ വരെ, ഇതാ പ്രസിഡന്റ് മുതൽ രാഷ്ട്രപതി മുതൽ ഇങ്ങേയറ്റമുള്ള മനുഷ്യൻ വരെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ നമ്മളൊരു കുഴപ്പമില്ല, നല്ല മിനുസമാണ്, നല്ല സുഖമാണെന്ന് വിചാരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങളോ വേദനകളോ ദുഃഖങ്ങളോ ഇല്ലാത്ത മനുഷ്യരാരുമില്ല. പ്രത്യേകിച്ച് ഇത് നോയമ്പ് കാലമാണ്. ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി സഹനങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊരു പോസിറ്റീവാക്കി ക്രിയാത്മകമായിട്ട് തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ? അപ്പോൾ പ്രതിസന്ധികൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള അവസരങ്ങളാണ്. പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളാണ്. നമ്മൾ ഒറ്റക്കല്ല, ദൈവം എൻ്റെയും നിങ്ങളുടെ കൂടെ വരുന്ന അവസ്ഥയാണ് ഈ പ്രയാസങ്ങൾ. ചെങ്കടൽ തീരത്തെത്തിയ ഇസ്രായേൽക്കാരുടെ പുറകിൽ കൂടെ ഫറവോയുടെ സൈന്യം എത്തി നിൽക്കുകയാണ്. അവരെ തിരിച്ചു പിടിച്ചു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അവരുടെ കഥ തീർത്ത് കളയാൻ. വിട്ടയച്ചവർ തന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. പക്ഷേ വഴിമുട്ടി, പ്രതിസന്ധി, ഒരു ഉത്തരവും ഒരു പരിഹാരവും കാണാതെ മാനുഷ്യമായിട്ട് നോക്കിയാൽ ഇതോടെ ഞങ്ങളുടെ കഥ കഴിഞ്ഞു, ഇതാ അവിടെ കിടന്ന് ചത്താലും വേണ്ടില്ലായിരുന്നു, ഇത് വിട്ടയച്ചിട്ട് വഴിമുട്ടി മരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ, ഇങ്ങനെ അവർ വിഷമിച്ച്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തിയോടെ, ദൈവം കൊടുത്ത ശക്തിയോടെ അവരെ നയിച്ച മോശയുടെ കൈകൾ നീട്ടി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരപ്പനോ ഒരമ്മയോ ഒരു ശുശ്രൂഷകനോ ശുശ്രൂഷകയോ ഒരു മകളോ മകനോ ഒരു ഭാര്യയോ ഭർത്താവോ തൊഴിലാളിയോ ആരുമാകട്ടെ, ഇതാ മടുത്ത അവിടം കൊണ്ട് അവസാനിക്കാനല്ല, മോശ കൈകൾ നീട്ടിയതുപോലെ ദൈവ മഹത്വത്തിനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ ദൈവശക്തി വെളിപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇതാ മോശ കൈനീട്ടി ചെങ്കടൽ പിളർന്നു, ജനം രക്ഷപ്പെടുകയാണ്. എന്നിട്ടോ അവിടം കൊണ്ട് അവസാനിച്ചില്ല, അവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വന്ന ശത്രു സൈന്യം കടലിൽ മുങ്ങി. പുറപ്പാട് 14 അധ്യായം എടുത്ത് വായിച്ചാൽ ഇത് കാണാം. പുറപ്പാട് 14 പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമുക്ക് ജീവിതത്തിൽ ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഈ ശാന്തത എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മുഴുവൻ അനുഭവിച്ചോളാനാണോ പറയുന്നത്? കുറേ വർഷമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എന്ന് ചോദ്യം ചെയ്യുന്നതിന് പകരം ആത്മീയമായ ദൈവദത്തമായ എളിമയോടെ ഒരു ശാന്തതയിലേക്ക് കടന്നു വരിക. പിന്നെ അതുപോലെ തന്നെ ജെറീക്കോയിലെത്തിയ ഇസ്രായേൽക്കാരെ അഭിമുഖീകരിച്ചത് ഉയർന്ന ഒരു കോട്ടയായിരുന്നു. പക്ഷേ ദൈവശക്തി സംഭരിച്ച് ജനം ആർത്ത് അട്ടഹസിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥനകളാണ് ഉയർന്നത്. പരിശുദ്ധാത്മ ശക്തി വെളിപ്പെട്ടു, ദൈവശക്തി വെളിപ്പെട്ട് ജെറീക്കോ മതിൽ വീണു. ജോഷുവയുടെ പുസ്തകം 6 അധ്യായത്തിലാണ്. ജെറീക്കോ കോട്ടയെ തകർത്ത പരിശുദ്ധാത്മാവേ ഞങ്ങൾ വന്നു നിറയണമേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ദൈവശക്തി വെളിപ്പെടുകയാണ്, അല്ലാതെ അവർ നിരാശപ്പെട്ട് കരഞ്ഞി അവിടം കൊണ്ട് അവസാനിക്കുകയല്ല. വലിയ കോട്ട പോലെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവശക്തിയിൽ ആശ്രയിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വീണ്ടും കാണുന്നുണ്ട് 1 സാമുവേൽ 17 അധ്യായത്തിൽ മഹാമലനായ ഗോലിയാത്തിനെ നേരിടാൻ വെറും കൈയോടെയാണ് ദാവീദ് എത്തിയത്. അവിടെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ അവൻ ഗോലിയാത്തിനെ വീഴ്ത്തി. ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ ഇതാ പടച്ചട്ട പോലും ഇട്ടാൽ ചേരുകയില്ല, അത്ര ആൾക്കൂട്ടത്തിൽ അത്ര ചെറിയ ദാവീദ്. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞപ്പോൾ സൈന്യം പോലും പരാജയപ്പെട്ട ഗോലിയാത്ത് എന്ന മല്ലനെ വീഴ്ത്തിക്കളയാണ്. അപ്പോൾ ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിത കഥകളാണ്. ഇതുപോലെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനത്തിന് വഴിമുട്ടിയ ചെങ്കടൽ അനുഭവം, പുറകിൽ ശത്രുക്കൾ. രണ്ടാമത്തെ അവസ്ഥ ജെറീക്കോ കോട്ട
അതുപോലെ പല കോട്ടകൾ പോലെ ഉയർന്നു വരുന്ന പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, കടബാധ്യതകൾ, ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. മൂന്നാമത്തെ കാര്യമാണ് എന്താണ് അവിടെ ദാവീദിനുണ്ടായതുപോലത്തെ അനുഭവം. മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ സൈന്യം പോലും പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ഇതാ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ ദാവീദിന് നിസ്സാരമായിട്ട് ആ ഗോലിയാത്തിൻ്റെ മേൽ വിജയം ലഭിക്കുകയാണ്. അപ്പോൾ ധൈര്യമായിട്ട് പറയാൻ സാധിക്കണം. സങ്കീർത്തനം 20:5 ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കണം. പ്രത്യേകിച്ച് പരീക്ഷാ കാലഘട്ടമാണ്, മക്കളൊക്കെ ഒത്തിരി ഭാരപ്പെടുന്നു. അതിനേക്കാൾ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ. ചൂടുകാലം കൂടെയാണ്, നോയമ്പ് കാലമാണ്, എല്ലാം കൂടെയായിട്ട് ഒരു സ്വസ്ഥതയില്ല ബ്രദറേ എന്നും പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. അവരോട് നമ്മോട് 1 Corinthians 15:57 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. വേറൊരു വഴിയില്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് യേശു നൽകുന്ന വിജയം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഭാരപ്പെട്ടു പോകും, നിരാശപ്പെട്ടു പോകും. ഇതാ ഭാരവുമായിട്ട് കോപ്പ് കുത്തുന്ന അവസ്ഥ. ഞാൻ വായിച്ച ഒരു കാര്യം, മഹാനായ മനഃശാസ്ത്രജ്ഞനും കൂടിയാണ് പോൾ ടൂർണിയർ. മനഃശാസ്ത്രജ്ഞനാണ്, ഒരു മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. പോൾ ടൂർണിയർ ദ ഹീലിംഗ് ഓഫ് പേഴ്സൺ എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഒരധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും പലതരത്തിലാണ് ഭാരങ്ങളോട് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനുള്ള വചനങ്ങൾ 3 വചനങ്ങൾ പറഞ്ഞു തരാം. അതവിടെ സസ്പെൻസായിട്ട് നിൽക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ പല തരത്തിലുള്ള ഭാരങ്ങളെക്കുറിച്ച് 5 തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. പലതരത്തിലുള്ള ഭാരങ്ങളെക്കുറിച്ച് പറ്റുമെങ്കിൽ ആ പുസ്തകം കിട്ടുമെങ്കിൽ വായിക്കാം. ദ ഹീലിംഗ് ഓഫ് പേഴ്സൺസ് ബൈ ഡോക്ടർ മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹം പോൾ ടൂർണിയർ. അപ്പോൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒന്ന് ഇതാണ്, യാഥാർത്ഥ്യങ്ങളെ പലതരത്തിലാണ് ഭാരങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നത്. അത് എപ്രകാരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യമാണ് വെളിപ്പെടുന്നത്. യാഥാർത്ഥ്യങ്ങളെ നേരിടാതെ സ്വപ്നത്തിലേക്കും സങ്കല്പത്തിലേക്കും ഭാവനകളിലേക്കോ ഭൂതകാലത്തിലേക്കോ ഓടുന്നു. അപ്പോൾ അതെങ്ങനെയാണ്? എൻ്റെ അപ്പൂപ്പന് ഒരു ആന ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നൊക്കെ പറയില്ലേ. ഞങ്ങളുടെ അപ്പന് 60 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കും. എന്നും പറഞ്ഞ് പണിക്കും പോകില്ല, വിലക്കും പോകില്ല, ആദർശവും പറഞ്ഞിരിപ്പാ. കുറഞ്ഞ ജോലിക്കൊന്നും പോകൂല. അപ്പൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും അമ്മ അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു. മകൻ കയറി ഒരു ഇരിപ്പ് തുടങ്ങിയിട്ട് ഇരിപ്പ് തന്നെ. അതിൻ്റെ മക്കൾ അതിനേക്കാൾ കഷ്ടമായ അവസ്ഥ. ഇങ്ങനെയുള്ള ചില ആ സങ്കല്പങ്ങളിൽ ജീവിക്കുന്ന അവസ്ഥകൾ, അതായത് റിയാലിറ്റിയിലേക്ക് കടന്നു വരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഭാവനകളിൽ ജീവിക്കുന്ന അവസ്ഥ. ഞാനോർക്കാണ് മരിച്ചുപോയ അപ്പൻ്റെ കാര്യവും പറഞ്ഞ് അപ്പം മരിച്ച അന്നോട്ട് കരഞ്ഞ് അവസാനം അത് ഓർത്തോർത്ത് വെച്ച് ലാളിച്ച് മാനസിക രോഗിയായി. കഴിഞ്ഞ ദിവസം ഒരു കേസ് ഇതുപോലെ വന്നതാണ്. അപ്പൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പക്കറിയും. അപ്പനെ ഓർത്ത് ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലെ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല, തമ്മി അറ്റാച്ചൊന്നും ഉണ്ടായില്ല. ഒന്നും കിട്ടാഞ്ഞിട്ട് ഇന്ന് ബുധനാഴ്ച ആണെന്ന് ഓർത്ത് കരയും എന്ന് പറഞ്ഞ പോലെ, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അയ്യോ ഇന്ന് ബുധനാഴ്ച ആണല്ലോ, പിറ്റേ ദിവസം വ്യാഴാഴ്ച ആണല്ലോ എന്ന് കരയുന്ന പോലെ ഇങ്ങനെ കയറി സങ്കല്പവും ഭാവനയുമായിട്ട് കഴിഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞുപോയ സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ പിടിച്ചു വെച്ച് ചിലർ വരാൻ പോണ കാര്യങ്ങൾ ഓർത്ത് ആദ്യ പിടിച്ച് നെഞ്ചിൽ തറച്ചിരിക്കുന്നു, തലയിൽ തറച്ചിരിക്കുന്നു. റിയാലിറ്റിയിലോട്ട് വരാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് നിഷ്ക്രിയത്വം. ഒന്നും ചെയ്യാതെ ആരെയും ബന്ധപ്പെടാതെ ഇങ്ങനെ അലസതയിൽ കഴിയുക, മടിപിടിച്ച് ഇങ്ങനെ ഇരുപ്പ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അറിയേണ്ടതൊക്കെ അറിയാം. നിഷ്ക്രിയത്വം, അതാണ് അതിൻ്റെ ഒരു ഷോർട്ട് വേർഡ്. ഒന്നും ചെയ്യത്തില്ല, ആരുമായിട്ടും ഒരു ബന്ധമില്ല, ഒന്നിലും ഒരു തൃപ്തി ഇല്ലാതെ ഇങ്ങനെ അലസതയിൽ കഴിയുക. വെറുതെ തിന്ന് കുടിച്ച് രാത്രിയായി പകലായി ഇങ്ങനെ ഓരോ ദിവസവും പോവുകയാണ്. എന്തെല്ലാം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പോസിറ്റീവായിട്ട് ജീവിതം തിരിച്ചുവിടാനായിട്ട് എന്തെല്ലാം എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ചെയ്യാനുണ്ട്. പക്ഷേ പറയും ആരും ശരിയല്ല, ഒന്നും ശരിയല്ല,
ഒന്നും ചെയ്യാനില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇതാണ് ജീവിതത്തിൽ ചിലർ ഭാരങ്ങളോട് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. പണിക്കും പോകൂല, വേലക്കും പോകൂല, കടവും കയറിക്കൊണ്ടിരിക്കും, കടവും മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും, എന്നിട്ട് ആരും തന്നില്ല, സഹായിക്കണില്ല. നമ്മൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും ഉണ്ട്, ആരും തന്നെ പലരും വിളിക്കുന്നുണ്ട്. അതിൻ്റെ ചില ഭാവങ്ങളോടെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആരും തന്നില്ല, എല്ലാവർക്കും ഉണ്ടെന്ന് പറയും. അപ്പോൾ അവരവർക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ? നമ്മളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ നിഷ്ക്രിയമായിട്ട് അവരുടെ നോക്കിയിരിക്കുന്നവരും കടഭാരങ്ങളും ബാധ്യതകളും വന്ന് വലിഞ്ഞേറിയിരിക്കുന്ന, അങ്ങനെ ഈ ഭാരങ്ങളോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നു. മൂന്നാമത്തെ കൂട്ടരാണ് ചിലരിങ്ങനെ രോഗങ്ങളിലൊക്കെ ഒളിച്ചിരിക്കുക, ഒരുതരം എന്താണ് എസ്കേപ്പിസം എന്നൊക്കെ പറയും, ഒളിച്ചിരിക്കുക. അവർക്ക് കടുത്ത തലവേദന അല്ലെങ്കിൽ മുട്ടുവേദന, മാറാത്ത നടുവേദന, ടെസ്റ്റൊന്നും ചെയ്താൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ഒന്നും കണ്ടുപിടിക്കില്ല. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ ഡോക്ടറിനെ ഒന്നിനും കൊള്ളൂല്ല, അവിടെ പോകരുതെന്ന് മറ്റുള്ളവരോട് പോലും പറയും. അപ്പോൾ ചില രോഗങ്ങളിൽ ഒളിച്ചിരിക്കുക, കഴുത്ത് വേദന, കടുത്ത തലവേദന, ഇങ്ങനെ ശരീരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഒരു സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സന്ധികളിൽ വേദന, ഇങ്ങനെ കൂടെ ബോധക്ഷയം, ചില സങ്കടങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ മറച്ചു പിടിക്കുന്നത് ഈ വേദനകളിൽ കൂടിയ ഒരെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെണ്ണം. ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാക്കിയ വേദനയാകാം, മകൻ ജോലി തേടി വിദേശത്ത് പോയതിൻ്റെ കാര്യമാകാം, മകൻ കല്യാണം കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കല്യാണം കഴിച്ചാൽ അവർ വേറെ താമസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ പെണ്ണുമായിട്ട് പോകുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവരുടെ മുറിയിലോട്ട് അവർ പോകുന്നത് സഹിക്കാൻ പറ്റുന്നില്ല, അമ്മയുടെ പിടി വിട്ടുപോയെന്നുള്ള അവസ്ഥ, അങ്ങനെയുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതുപോലെ ഭർത്താവ് ജോലിക്ക് വേണ്ടി ദൂര സ്ഥലത്തോട്ട് പോയി കഴിയുമ്പോൾ എപ്പോഴും കിടപ്പ്, എപ്പോൾ നോക്കിയാലും രോഗം, വേദന, ഇങ്ങനെയുള്ള അവസ്ഥ. ഇതുപോലെ മനുഷ്യ ജീവിതത്തിൽ ഭാരങ്ങളോട് ഇങ്ങനെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്ന തരത്തിലുള്ള ബോധം പോകും. പക്ഷേ ടെസ്റ്റ് ചെയ്താലൊന്നും, നാളൊരു കേസ് എൻ്റെ അടുത്ത് വന്നതാണ്, അവരോട് ഡോക്ടർ പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ആശുപത്രിയിൽ വെച്ച് ഈ ബോധം പോകുന്ന സമയമാണ്, അപ്പം തന്നെ അത് പരിശോധന നടത്തി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം കണ്ടുപിടിക്കാനൊന്നുമില്ല. അതെന്താണെന്ന് ആശുപത്രി ആയിരിക്കുന്ന സമയത്ത് ബോധം പോയാൽ നമുക്ക് അപ്പം തന്നെ കയറ്റി അതിൻ്റെ പരിശോധന നടത്താമെന്നും പറഞ്ഞിട്ട്. വേറൊരു കേസ് ഓർക്കുകയാണ്, ഒരു കുറ്റബോധം ആയിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം. പ്രാർത്ഥന ഈശോ വെളിപ്പെടുത്തി തന്നു. പല ആശുപത്രിയിലും പല ഡോക്ടർമാർക്കും പോയി, ഇങ്ങനെ ബോധം കെട്ട് വീണിട്ട് കുറ്റിയൊക്കെ തറച്ച് കയറി, അങ്ങനെയൊക്കെ പറ്റി. എവിടെയാണ് വീഴുന്നത് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇത്രയും നാൾ അങ്ങനത്തെ ഒരു കാര്യം അയാൾക്കോ അയാളുടെ കുടുംബത്തിലില്ല. പക്ഷെ ഒരു ചെറിയ കുറ്റബോധമായിട്ട് ബന്ധപ്പെട്ട ഒരു സമർപ്പണം പിൻവലിച്ച അങ്ങനത്തെ ഒരു കുറ്റബോധം, അപ്പോൾ ആ മേഖല എടുത്ത് പ്രാർത്ഥിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞപ്പോൾ ആ വീഴൽ മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണ് ചില രോഗങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥ. ചിലർക്ക് ഇങ്ങനെ മൈഗ്രെയിനൊക്കെ പ്രാർത്ഥനയിൽ ഒത്തിരി സുഖപ്പെട്ട പല സംഭവങ്ങളും ഉണ്ട്. ആ മരുന്ന് വേണ്ട എന്നല്ല, മരുന്നും ഡോക്ടറെയൊക്കെ ദൈവം തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ എന്തോരം മരുന്ന് കഴിച്ചിട്ട്, എന്തോരം ഡോക്ടർമാരെ കണ്ടിട്ട്, എന്തോരം ഒറ്റമൂലിക്കാണ് എന്നിട്ടും മാറുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇങ്ങനെ ഭാരങ്ങളോട് നെഗറ്റീവായിട്ട് ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാകും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും. ആ മൂല കാരണം കണ്ടുപിടിച്ച് NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സൗഖ്യപ്പെടുന്ന അനുഭവം. ക്യാൻസർ പോലും റിലീസായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തിട്ടും ഒരു തരിക്ക് പോലും അത് സെൻസിറ്റീവ് ആയില്ല. പക്ഷേ NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ചില വെറുപ്പ് ക്ഷമിക്കാനുള്ള മേഖലകളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാത്തിലും അങ്ങനെ ആകണമെന്നില്ല കേട്ടോ. ഇനി അവർ മുഴുവൻ രോഗിയായത് ഒരു അന്ധനെ യേശുവിൻ്റെ അടുക്കം കൊണ്ടുവന്നിട്ട് ആരുടെ പാപം മൂലമാണ്? അപ്പോൾ യേശു പറഞ്ഞു, ഇവൻ്റെ പൂർവികരുടെയോ പാപം മൂലമല്ല, ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകാനാണ് ഇവൻ ഇങ്ങനെ ജനിച്ചത്. യോഹന്നാൻ 9:3 കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്ത് ആ മേഖലയൊക്കെ കണ്ടെത്തി ക്ഷമിച്ച് ക്ഷമ കൊടുത്തൊക്കെ പ്രാർത്ഥിച്ചാൽ ബോധം വരെയും പോണ അവസ്ഥകൾ കൂടെ ബോധക്ഷയം, ഇനി ബോധം പോയില്ലെങ്കിലും ബോധമില്ലാത്തതുപോലെ ജീവിക്കുന്ന അവസ്ഥ, കംപ്ലീറ്റ് നെഗറ്റീവ്, ഒന്നിലും തൃപ്തിയില്ല, അസംതൃപ്തി എന്ന അവസ്ഥ, ഇതെല്ലാം
അതൊക്കെ മാറിപ്പോയി. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എൻ്റെ ജീവിതം പോയി. എനിക്ക് ഇയാളെ അല്ലായിരുന്നു കിട്ടേണ്ടത്, ഇങ്ങനത്തെ മക്കളായിപ്പോയി. ഞാൻ എന്തോരം പ്രാർത്ഥിച്ചതാണ്, എന്തോരം ഭജനം വായിച്ചതാണ്, ഞാൻ പണ്ട് പോലെ ജീസസ് യൂത്തിൽ നടന്നതാണ്, എന്നിട്ട് എനിക്കിത് വന്നല്ലോ എന്നും പറഞ്ഞിട്ട് കച്ചവടം നടത്തുന്നത് പോലെ പറയുന്ന അല്ലെങ്കിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥ. എനിക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ടേ വരാൻ പാടുള്ളെന്നാണ് അവരുടെ നിഗമനം. അതായത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ബാക്കിയുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. അപ്പം ചെറിയൊരു കാര്യം വന്നാൽ അത് എന്തോ കുറ്റബോധം അല്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചതാണ്, ഇനി രക്ഷയില്ല, അങ്ങനത്തെ ചിന്ത. അപ്പം അത് ഇനി നിൻ്റെ കാര്യം പോക്കാണ്, ബോധം പോകും, അല്ലെങ്കിൽ രോഗിയാക്കി തീരും. വിഴുങ്ങിയതുപോലത്തെ അവസ്ഥ, തൊണ്ടമുഴ, അതുപോലെ അൾസർ, വെറുപ്പ്, ഉള്ളിലോട്ടിറക്കിയ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. അപ്പോൾ ക്ഷമിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അൾസർ രോഗിയായ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഓർക്കുകയാണ്, മരുന്ന് മേടിക്കാൻ പോലും കാശില്ലാത്ത അത്ര കുടുംബം. പക്ഷേ ആങ്ങളയോട് കൊടിയ വെറുപ്പായിരുന്നു. ആങ്ങളെ കല്യാണം കഴിച്ചതാണ് അതിൻ്റെ പ്രധാന കാരണം. പക്ഷേ ആ മേഖലയൊക്കെ സമർപ്പിച്ച് ക്ഷമിച്ച് വിട്ടുകൊടുത്ത് ദൈവത്തെ പിതാവായി സ്വീകരിച്ച്, അപ്പനും മരിച്ചു പോയതാണ്, പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയത് ഓർക്കുകയാണ്. അപ്പോൾ 4-മത്തെ കാര്യമാണ്, ചിലരിങ്ങനെ ഭക്തിമാർഗങ്ങളിൽ ഒളിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഭക്തി വേണ്ട എന്നല്ല, ഭക്തി നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാം ഭക്തിയുടെ ഒരു ഇതിൽ കൂടെ, അതായത് അവർ പള്ളി, ക്ഷേത്ര ദർശനം, പള്ളിപരമായ കാര്യങ്ങൾ എല്ലാത്തിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പക്ഷേ കൂട്ടായ്മ, തീർത്ഥാടനം, പക്ഷേ യഥാർത്ഥ ഭക്തിയോ ആത്മീയ തീക്ഷ്ണതയോ അല്ല. അവരുടെ ജീവിതത്തിൽ ഒരു ലെവലേശം അതിൻ്റെ അംശം ജീവിതത്തിൽ, സ്വഭാവത്തിലോ സംസാരത്തിലോ കാണൂല. ഭയങ്കര ഭക്തി പ്രകടനം. അത് കണ്ടാൽ വേറെയുള്ളവരും കൂടെ ഭക്തിയിൽ നിന്ന് ഓടിപ്പോകും. അഭിനയമാണ്, അഭിനയങ്ങൾ എന്ന് പറയും. എല്ലാവരും അതിലോട്ട് വന്നില്ലെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തലും ആയിരിക്കും. ചിലരാണെങ്കിൽ അതിനേക്കാൾ വിശേഷം മദ്യം, മയക്കുമരുന്ന്. ഭക്തി വേണ്ട എന്നല്ല കേട്ടോ പറയുന്നത്, ഭക്തി ഒളിച്ചിരിക്കാനുള്ള കാര്യമല്ല, ശരിയായ ഭക്തി അഭ്യസിക്കണം. അതുപോലെ ചിലർ മദ്യം, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭയം തേടും. ഒരു പെഗ്ഗേ ഉള്ളെന്ന് പറയും, അല്ലെങ്കിൽ ഒരു കുപ്പി ഉള്ളു, ഫങ്ഷൻ വരുമ്പോൾ ഉള്ളെന്നൊക്കെ അവർ ന്യായീകരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ നിലനിൽപ്പ് അതിലാണ്. ഇങ്ങനെയുള്ള ലഹരി കൊണ്ട് മറക്കാനായിട്ട് ശ്രമിക്കും. ചിലർ സിഗരറ്റ് ഇങ്ങനെ പുകച്ച് കൂട്ടും. ആ പുകയില്ലെങ്കിൽ അവർക്ക് വയറ്റിൽ നിന്ന് പോലും പ്രശ്നമാണെന്നും പറഞ്ഞിട്ട് ഇരിക്കുന്നവരുണ്ട്. അവരുടെ വിചാരം ഇതെന്താണ്ട് മരുന്നാണ്, ഭയങ്കര സൊല്യൂഷനാണെന്ന്. ഇതെല്ലാം മിഥ്യാധാരണങ്ങളാണ്. മറ്റെന്തൊക്കെയോ പുകയുന്ന കാര്യങ്ങൾ ഉള്ളിലുണ്ട്, അതൊക്കെ എടുത്ത് കളഞ്ഞ് ശുദ്ധി വരുത്തി ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാൽ മാറിപ്പോകുന്നേ ഉള്ളൂ. ഏറ്റവും അവസാനത്തെ കാര്യമാണ് 5-മത്തെ കാര്യം, ആത്മഹത്യ വല്ല പരിഹാരമാണ്. ചിലർ ഭാരങ്ങളോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ്, പണ്ടായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇയാൾ അന്നത്തെ കഷ്ടപ്പാടും ദാരിദ്ര്യവും കുടുംബത്ത് പ്രിയപ്പെട്ടവരുടെ മരണവും അങ്ങനെയൊക്കെ ഉണ്ടായി. ഇത്രയും വർഷം കഴിഞ്ഞ് ഇത്രയും വയസ്സ് വരെയും ജീവിച്ചില്ലേ, ഇത്രയും കൂടെ ഇനി എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല, ഇത്രയും പ്രായമില്ലേ, ഇയാൾ എന്തിനു വേണ്ടി ഇത് ചെയ്തെന്ന് ആർക്കും പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥ. അപ്പോൾ കൊരക്കണ പട്ടി കടിക്കൂലെന്ന് പറയും. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ നല്ലോണം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റും കൂടെ വേണം. ശരീരത്തിലെ സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ ഉണ്ട്, അഡ്രിനാലിൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേരിയേഷൻസൊക്കെ വരുമ്പോഴാണ് അപ്പോൾ പുലിവന്നെന്നും പറഞ്ഞിട്ട് അവസാനം പുലി വരും. ഈ കാര്യത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കേണ്ടത് ട്രീറ്റ്മെൻറ്റോ കൗൺസിലിങ്ങോ ഒക്കെ ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ ഒരു അവസ്ഥ. സങ്കീർത്തനം 143:3 പറയുന്നുണ്ട്, ശത്രു അവൻ്റെ ജീവനെ നിലത്ത് എറിഞ്ഞ് തകർത്ത് കളഞ്ഞു. ആത്മഹത്യ ചെയ്തവരാരും പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയല്ല, പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ആ കുടുംബത്തിന് കാലാകാലം ഉണ്ടാക്കി വെക്കുന്ന നാണക്കേടും അപവാദവും എത്ര വലുതാണ്. ജീവിച്ച് തീർക്കാനുള്ള എത്രയോ പേര് കൊതിയോടെ ആഗ്രഹിക്കുന്ന ഗുരുതര രോഗാവസ്ഥയിൽ പോലും ജീവന് വേണ്ടി കെഞ്ചി പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചിട്ടുള്ള അനേകർക്ക് കിട്ടാതെ പോകുന്ന ജീവിതം നിസ്സാരമായിട്ട് തല്ലിത്തകർത്ത് കളയുന്നവർ ചെയ്യുന്ന കൊടിയ പാപമല്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പലതരത്തിൽ. ഞാൻ പറഞ്ഞത് മനഃശാസ്ത്രജ്ഞനായ മനഃശാസ്ത്രജ്ഞനായ പോൾ ടൂർണിയർ ദി ഹീലിംഗ് ഓഫ് പേഴ്സൺ എന്ന കൃതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ച് നോക്കാം. പലപ്പോഴും ചിലപ്പോഴെങ്കിലുമൊക്കെ മരിച്ചാൽ മതി, ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടില്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണോ നമുക്കുള്ളത്? വിഷാദത്തിന് അടിമയാണോ?
അതോ മാനിയ ബൈപോളർ ഡിസോർഡർ എന്നൊക്കെ പറയും. അങ്ങനത്തെ ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ചിലർക്ക് ഭയങ്കര ഉന്മാദം, ഭയങ്കര ആവേശമായിരിക്കും. എന്നാൽ പിന്നെ ചിലപ്പോൾ പറഞ്ഞ് എടുത്ത് ചാടിയ അവസ്ഥയും തീഷ്ണതയൊന്നും ഉണ്ടാകത്തില്ല. ഇവർ തന്നെയാണോ പറഞ്ഞതെന്ന് ഓർക്കും. ഡിപ്രഷൻ, വിഷാദത്തിന് അടിമയായ അവസ്ഥ. 2 ധ്രുവങ്ങളാണ്. 2 തരവും ചിലപ്പോൾ ചിലയിടത്ത് കാണും. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ട് ദൈവവചനത്തിൽ എല്ലാത്തിനുമുള്ള വലിയൊരു പരിഹാരമാണ് ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും. ഈ 5 പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, ഇതിനെല്ലാം ഏറ്റവും വലിയ സൊല്യൂഷനാണ് ഒന്ന് ഈശ്വരവിശ്വാസം, 2 അത് മാത്രമായാലും നേരത്തെ പറഞ്ഞ പോലെ ഭക്തി പ്രകടനത്തിൽ ഒളിഞ്ഞു നിൽക്കും. 2ാമത്തെ കാര്യമാണ് ആത്മവിശ്വാസം. അപ്പോൾ സ്വയം സാധിക്കും, പറ്റും, രക്ഷപ്പെടും, മാറ്റാൻ സാധിക്കും. യു ഹാവ് ടു റിയലൈസ് യുവർ സെൽഫ്. ഈ ലോകത്തെ ഏറ്റവും വലിയ അറിവാണ് അവനവനെ തന്നെ അറിയുക. നമ്മൾ മറ്റുള്ളവർ പറയുന്നതോ പറയാതിരിക്കുന്നതോ കൊണ്ടല്ല, നമുക്കിങ്ങനെയുള്ള ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് എപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയോ മാറ്റങ്ങൾ നമ്മൾ പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. നമുക്കിതിൽ ഏതവസ്ഥയാണുള്ളതെന്ന് നമ്മൾ കണ്ടെത്തുക. നമുക്ക് ഇതുപോലത്തെ ഏതെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വ്യത്യസ്തമായ കാര്യങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. അടുത്ത ടോക്ക് ശരിയാക്കുമ്പോൾ നമുക്ക് അതും കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥകളാണോ നിങ്ങൾക്കുള്ളത് എന്ന്. സാധ്യമായതാണെങ്കിൽ ഒന്ന്. അപ്പോൾ ഇതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷനാണ് ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ ആ 3 വചനങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഈ 3 വചനങ്ങൾ ജീവിതഭാരങ്ങൾ തളർത്തുമ്പോൾ അല്ലെങ്കിൽ തളർച്ചയിലാണെന്ന് വിചാരിക്കുന്നവർ ഈ വചനങ്ങൾ എഴുതി വെച്ച് പറഞ്ഞ് ആവർത്തിച്ച് 1 മാസം പ്രാർത്ഥിക്കുക. ഒരു 33 പ്രാവശ്യം ദിവസവും പറഞ്ഞ് ഒരു മാസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങൾ ഇങ്ങനെ പടികൾ കയറി പോകുന്നത് പോലെ നിങ്ങൾക്ക് വലിയ ഒരു എനർജി, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ഇത് മാത്രം എഴുതി വെച്ച് അങ്ങനെ ഇരുന്നാൽ പോരാ കേട്ടോ. ഒരു വഞ്ചിയുടെ 2 വശത്തെ തുഴകൾ പോലെയാണ്. പ്രാർത്ഥനയും വേണം, പ്രവൃത്തിയും വേണം. വിശ്വാസം വേണം, പ്രവൃത്തിയും വേണം. അല്ലാതെ പ്രാർത്ഥന വചനം മാത്രം 1000 എഴുതി 10000 എഴുതി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് വചനത്തിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വചനങ്ങൾ പറയുകയാണ്. 1 കൊരിന്തോസ് 10:13 ഒന്നാമത്തെ വചനം ഇതാണ്: മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. എന്തൊരു പവർഫുള്ളാണ് ഈ വേർഡ്. അപ്പോൾ ഒരു പ്രയാസം നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് ഈ ലോകത്തിൽ അങ്ങനെയുണ്ട്. ഇരുളുണ്ട്, വെളിച്ചമുണ്ട്, ഭാരങ്ങളുണ്ട്, ആശ്വാസങ്ങളുണ്ട്. ദൈവത്തിനെല്ലാം അറിയാം. ഒരു ലോക്കുണ്ടെങ്കിൽ ആ ലോക്കുണ്ടാക്കിയവൻ ലോക്കിന് എന്തുണ്ടാക്കിയിട്ടുണ്ട്? അതിനൊരു താക്കോലുണ്ടാക്കിയിട്ടുണ്ട്. ഒരു താഴിനൊരു താക്കോലുണ്ട്. അതുപോലെ കണ്ണ് തന്നവൻ എന്തുണ്ടാക്കിയിട്ടുണ്ട്? കാഴ്ചയും തന്നിട്ടുണ്ട്. കാത് തന്നവൻ കേൾവിയും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെത്തിച്ചേരാൻ, അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടെ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവേ ഞാൻ നിറയപ്പെടട്ടെ, ഞാൻ വിശ്വസിക്കുന്നു, എന്നിൽ മാറ്റം ഉണ്ടാകട്ടെ, ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഈ വചനം പ്രാർത്ഥിക്കുക. 2ാമത്തെ വചനമാണ് മത്തായി 11:28-29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ വചനം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഈശോയെ അങ്ങേ കണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് കൃപ തരണമേ. കർത്താവെ എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കണമേ. എൻ്റെ ജീവിത ഭാരങ്ങൾ, എൻ്റെ തൊഴിൽ ഭാരങ്ങൾ എല്ലാം ഏറ്റെടുത്ത് എനിക്ക് ആശ്വാസം തരണമേ. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ദൈവമേ, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഈ ഭാരങ്ങൾ എന്നെ തളർത്തിക്കളയുമ്പോൾ ദൈവമേ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അനുഗ്രഹം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എനിക്ക് തരണമേ എന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് അത്ഭുതം നടക്കും. വീണ്ടും 3ാമത്തെ വചനം 1 പത്രോസ് 5:6.
ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ശ്രദ്ധാലുവായ ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ. ദൈവമേ, ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എപ്പോഴും ശ്രദ്ധാലുവാണെന്നുള്ള ഉറച്ച വിശ്വാസം, ആഴത്തിലുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവ്, ഈ വചനം കേൾക്കുന്നവർ, തകർന്നവർ, തളർന്നവർ, കിടപ്പ് രോഗികൾ, വേദനിക്കുന്നവർ, മാനസിക ഭാരമുള്ളവർ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർ, അനാഥർ, വിധവകൾ, സ്വാതന്ത്ര്യം അന്യായമായി നഷ്ടപ്പെട്ടവർ, കാരാഗ്രഹത്തിൽ കഴിയുന്നവർ, മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, പങ്കാളിയെ നഷ്ടപ്പെട്ടവർ, അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ഒഴുകട്ടെ. ഈ വചനത്താൽ, ഈ 3 വചനത്തിൻ്റെ അഭിഷേകങ്ങൾ ഇവർക്ക് കൊടുക്കണമേ. ദൈവമേ നന്ദി, യേശുവേ നന്ദി. യേശുനാമത്തിൽ ബന്ധനങ്ങൾ കഴിയട്ടെ. ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടും തീർച്ച. അതുപോലെ നിങ്ങൾക്കിത് അനുഭവവേദ്യമാണെങ്കിൽ ഇതുപോലെ ഈ വചനത്തിൻ്റെ സാന്ത്വനം ആവശ്യമുള്ള അനേകർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ദൈവം നിങ്ങൾക്ക് പ്രേരണ തരുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അനുഭവങ്ങളായി അറിയിക്കുക. അങ്ങനെ സെയിൻറ്റ് മേരീസ് ഫേമസിയുടെ സുവിശേഷ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകാരാകാം. ഇതാ നേരിട്ട് കാണുന്നില്ല എങ്കിലും ആത്മന ദർശിച്ച് എല്ലാവർക്കും വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിൽ ഇരുന്ന് ഈ വീഡിയോ പരിശുദ്ധാത്മാവ് തന്ന പ്രേരണ അനുസരിച്ചാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ കൃപയാലാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അത് ഏറ്റെടുക്കുന്നവരും ആ കൃപയാൽ നിറയട്ടെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആ തൃപാദത്തിൽ എല്ലാവരുടെയും നിയോഗങ്ങൾ നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത മറിയമേ എല്ലാ കെട്ടുകളും അഴിയട്ടെ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ മാലാഖമാരുടെ സഹായം സംരക്ഷണം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ ബന്ധനം കഴിയട്ടെ, കെട്ടോ പൊട്ടട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.